ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മേഘ എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആയ ഫയലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോഴാണ് പ്രിയ അടുത്ത് വന്നത്. പ്രിയ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മേ ഇന്ന് സ്കൂൾ ഡയറിയിൽ പാരൻസിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേ. എനിക്കിതൊന്ന് എഴുതിത്താ അമ്മേ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നീ പോയി ആരതിയോട് ചോദിക്ക് ചെല്ലേ. ശരിയമ്മേ എന്ന് പറഞ്ഞ് ആരതിയുടെ അടുത്തേക്ക് പോവാണ് പ്രിയ. ആരതി ആൻറ്റി, പറയേ. എൻ്റെ സ്കൂളിലത്തെ ഡയറിയിൽ പാരൻസ് നെയിമും അഡ്രസ്സും എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി, ഒന്ന് എഴുതി തരുമോ? ആരതിയും വിട്ടയച്ചു. ആരതി പറഞ്ഞു, ദേ മുത്തശ്ശൻ വെറുതെ ഇരിക്കുക, മുത്തശ്ശനോട് പറ എഴുതി തരാൻ കേട്ടോ. ശരി ആൻറ്റി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുക്ക് പോവാണ്. മുത്തശ്ശ എന്താ മോളെ, എനിക്ക് സ്കൂൾ ഡയറിയിൽ പാരൻസിൻ്റെ പേരും അഡ്രസ്സും എഴുതിത്തരാം മുത്തശ്ശ. ഇങ്ങെടുക്ക് മോളെ, എഴുതിത്തരാം. മുത്തശ്ശൻ എഴുതി കൊടുക്കുന്നത് കണ്ട് ആരതിക്കും സന്തോഷമായി. മുത്തശ്ശൻ എഴുതിയിട്ട് പറയാണ്, ഇതാ മോളെ. പ്രിയ ചോദിക്കുകയാണ്, മുത്തശ്ശ ഇവിടെ എന്താ മുത്തശ്ശ ഒന്നും എഴുതാത്തത്? ആ ഭാഗത്ത് മോളുടെ അച്ഛൻ്റെ പേരാ എഴുതേണ്ടത്. പെട്ടെന്ന് തന്നെ പ്രിയ ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ പേരെന്താണ് മുത്തശ്ശ? എനിക്കറിയില്ലല്ലോ മോളെ. എൻ്റെ അച്ഛൻ്റെ പേര് മുത്തശ്ശനും അറിയില്ലേ? എനിക്കറിയില്ല മോളെ, അതെല്ലാം മോളുടെ അമ്മയുടെ അടുത്ത് വേണം ചോദിക്കാൻ. ഇതൊക്കെ കേട്ട് ആരതിയും വല്ലാതാവുകയാണ്. അപ്പോഴാണ് മേഘ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ തന്നെ പ്രിയ ചോദിക്കുകയാണ്, അമ്മേ എൻ്റെ അച്ഛൻ്റെ പേരെന്താണമ്മേ? എന്തിനാ ഇപ്പോൾ അച്ഛൻ്റെ പേര് ചോദിക്കുന്നത്? മേഘ ചോദിക്കുക. അപ്പോൾ പ്രിയ, സ്കൂൾ ഡയറിയിൽ എഴുതാനാ അമ്മേ. പെട്ടെന്ന് മേഘ പറയാണ്, അച്ഛൻ്റെ പേര് എഴുതണ്ട, അമ്മയുടെ പേര് മാത്രം മതി. എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും പേര് എഴുതിക്കൊണ്ടു പോകണം അമ്മേ. അച്ഛൻ്റെ പേര് എന്താണെന്ന് പറയാമേ. മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. അച്ഛൻ്റെ പേരൊന്നും എഴുതണ്ടെന്ന്. അത് കേട്ട് മുത്തശ്ശൻ പറയാണ്, അച്ഛൻ്റെ പേര് ഡയറിയിൽ എഴുതണം എന്നൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് അച്ഛൻ്റെ പേര് എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മേഘ കുറച്ച് സമയം വെറുതെ നിന്നു. എന്നിട്ട് അതിനുശേഷം പറയാണ്, എന്തിനാ ഇപ്പോൾ അച്ഛൻ്റെ പേര്? ഞാൻ മറക്കണം എന്ന് വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്തിനാ ചോദിക്കുന്നത്? മുത്തശ്ശൻ പറയാണ്, പ്രിയമോള് അവളുടെ അച്ഛൻ്റെ പേരറിഞ്ഞാൽ എന്ത് സംഭവിക്കാനാ? പ്രിയമോള് അവളുടെ അച്ഛൻ്റെ പേരറിയാതെ വളരാൻ പാടില്ല. മേഘ, ഇവളുടെ അച്ഛൻ്റെ പേര് എന്താണെന്ന് ഇവളോട് പറയ്. മേഘ പറയാണ്, മുത്തശ്ശ ദയവ് ചെയ്ത് ഇവളുടെ അച്ഛൻ്റെ പേര് ഇനിയൊരിക്കലും എന്നോട് ചോദിക്കരുത്. മേഘ അപ്പം തന്നെ പ്രിയയോട് ബുക്കും വാങ്ങി അവളുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടു പോവാണ്. അപ്പോൾ വീണ്ടും പ്രിയ ചോദിക്കുകയാണ്, അമ്മേ എൻ്റെ അച്ഛൻ്റെ പേര് പറയമ്മേ. ഇനി നീ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ ശരിയാക്കും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് പ്രിയയെ അടിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ഏയ് മേഘ, വിവരമില്ല നിനക്ക്? ആരതിയും അത് കണ്ട് വിളിക്കുകയാണ്, അയ്യോ മേഘേച്ചി. മുത്തശ്ശൻ വന്നിട്ട് പറയാണ്, നീ എന്താ വിചാരിക്കുന്നേ? കുഞ്ഞിനെ വെറുതെ വന്ന് തല്ലുന്നോ? അവൾ എന്താ തെറ്റായി ചോദിച്ചത്? അവളുടെ അച്ഛൻ്റെ പേരല്ലേ അവൾ ചോദിച്ചത്. അതിന് ഇതാണോ നിൻ്റെ മറുപടി? പ്രിയയോട് അവളുടെ അച്ഛൻ്റെ പേര് പറയുന്നത് കൊണ്ട് നിനക്ക് ഒരു കുറച്ചിലും വരില്ല. മേഘയ്ക്ക് ദേഷ്യം വന്ന് പല്ല് ഞെരിച്ചിട്ട് പറയാണ്, വാടി എൻ്റെ കൂടെ. മേഘ പ്രിയയെ അകത്ത് കയറ്റിക്കൊണ്ടപ്പോയതിന് ശേഷം മുത്തശ്ശൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്, എന്തിനാ പ്രിയയോട് മേഘ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ആ കാര്യം ചോദിച്ചപ്പോൾ പ്രിയയുടെ അച്ഛൻ്റെ പേര് പറയുന്നതുകൊണ്ട് ഇവൾക്ക് എന്താ നഷ്ടം? പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയെയും മഹേന്ദ്ര സാറിനെയും ചന്ദ്രികയുമാണ്. അവർ അവിടെ പൂജ നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുകയാണ്. ഓരോരോ രൂപത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ട് അവർ പൂജ നടക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നോക്കി നിന്ന മഹേന്ദ്ര സാർ പറയാണ്, ലക്ഷ്മി എനിക്കെന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ പറയ്, ഞാനും ചെയ്യാം. അത് കേട്ട് ചന്ദ്രിക ചിരിക്കുകയാണ്. എല്ലാ ജോലിയും കഴിയാറായി, ഇനി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി അച്ഛനോട് പറയാണ്. ശരി. പ്രിയ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മലർ ഓടിപ്പോയിട്ട് പറയാണ്, പ്രിയ ഇന്ന് എൻ്റെ വീട്ടിൽ പൂജ വെക്കുക. പ്രിയ നീയും വരുന്നോ? ഞാൻ വന്നാൽ എൻ്റെ അമ്മ വഴക്ക് പറയും. എൻ്റെ വീട്ടിൽ ഒരുപാട് പാവകളുണ്ട്, നീ വന്ന് കണ്ടാൽ നിനക്കും ഇഷ്ടപ്പെടും. നിന്നോട് സംസാരിക്കരുത്, നിൻ്റെ വീട്ടിലേക്ക് വരരുത് എന്നാ അമ്മ പറഞ്ഞത്. പ്രിയ മലറിനോട് പറയാണ്. മലർ ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ ഇപ്പോൾ വീട്ടിലുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. എന്നാൽ നിൻ്റെ അമ്മ വരുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. പ്രിയ വാ വാ പ്രിയ. വന്നേ പ്രിയ. ശരി വരാം. പ്രിയ എല്ലാം കണ്ട് അത്ഭുതപ്പെടുകയാണ്. വാ പ്രിയ എന്ന് പറയാണ് ലക്ഷ്മി. എല്ലാ പാവകളെയും നോക്കിയിട്ട് പ്രിയ ചോദിക്കുകയാണ്, എന്താ ഇത്, എന്തൊക്കെയത്? പ്രിയ ചോദിക്കുകയാണ്, ഹായ്, ഇത്രയും പാവയോ? എല്ലാം നല്ല ഭംഗിയുണ്ട്.
ഒരു പാവയെ കാണിച്ചിട്ട് പ്രിയ ചോദിക്കുകയാണ്, അത് എന്ത് പാവയാ മലർ? അത് വിനായകനാ. അപ്പോൾ മുകളിലുള്ള ആ വലിയ വിഗ്രഹമോ? അത് കൃഷ്ണനാ. ഇവിടെ ഒരാൾ തോളിൽ തോർത്തിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതാരാ? പെട്ടെന്ന് മലർ പറയാണ്, അത് സിദ്ധുവാ. അപ്പോൾ അടുത്ത് നിൽക്കുന്നതോ? അത് എൻ്റെ അമ്മയാ. താഴെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ടല്ലോ, അതാരാ? മലർ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് ഞാനാ. പെട്ടെന്ന് പ്രിയ പറയാണ്, നിന്റെ അമ്മയുടെ അടുത്ത് നിന്റെ അച്ഛൻ മഹേഷ് അല്ലേ നിൽക്കേണ്ടത്? പിന്നെന്തിനാ സിദ്ധു അങ്കിളിനെ നിർത്തിയിരിക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ട് എല്ലാവരും നോക്കുകയാണ്. അതായത് ലക്ഷ്മിയോ ചന്ദ്രികയോ മഹേന്ദ്രൻ സാറൊക്കെ ശ്രദ്ധിച്ചിട്ട് ചിരിക്കുകയാണ്. പെട്ടെന്ന് മലർ പറയാണ്, എനിക്ക് സിദ്ധുവിനെ വലിയ ഇഷ്ടമാണ്. സിദ്ധുവാ എൻ്റെ അച്ഛൻ. എല്ലാം കേട്ട് കഴിഞ്ഞ് പ്രിയ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ചന്ദ്രിക ഓടി വന്നു, ഏയ് രണ്ടുപേരും ഒന്ന് ചുമ്മാതിരിക്കാമോ? അവിടെ ഇരുന്നേ. പോയിക്കോ, ഇരുന്നോ. രണ്ടുപേരും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്ക്. ചെല്ല്. അപ്പോഴേക്കും സിദ്ധു കയറി വന്നു. അങ്കിളെ. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, ആരാ വന്നിരിക്കുന്നത് നോക്ക്, കൃത്യസമയത്താണ് വന്നത്. വരണം സാർ. ആഹാ, കൊള്ളാലോ ചന്ദ്രികയെ, പാവകളൊക്കെ നല്ല ഭംഗിയിൽ ഗംഭീരമായി വെച്ചിരിക്കുന്നല്ലോ. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയാണ്, എല്ലാം ചന്ദ്രികയുടെ ഒരുക്കങ്ങളാണ്. അപ്പോഴാണ് അവിടെ ആരൊക്കെയോ 2-3 സ്ത്രീകൾ വന്നത്. എന്നിട്ട് വിളിക്കുകയാണ്, ചന്ദ്രികയെ ഇതാ വരുന്നു. വരൂ ചേച്ചി, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. വരൂ ഇങ്ങോട്ടിരിക്കാം, എല്ലാവരും ഇവിടെ ഇരിക്കുക. ആ സമയത്താണ് ലക്ഷ്മി അമ്മ ചോദിക്കുന്നത്, ചന്ദ്രികയെ ഒരു പാട്ട് പാടാമോ? പൂജ വെച്ചാൽ പാട്ട് പാടണം. പാടിക്കോ. ചന്ദ്രിക നാണത്തോടെ പറയാണ്, എനിക്ക് ചമ്മല അമ്മേ. മഹേന്ദ്രൻ സാർ പറയാണ്, അതെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, നാണിക്കാതെ പാട്. ചമ്മലോടെ ചന്ദ്രിക സിദ്ധുവിനെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ പാടാൻ വേണ്ടിയിരിക്കുകയാണ്. ചന്ദ്രിക പിന്നെ അവിടെ ഇരുന്ന് കണ്ണൻ്റെ ഒരു പാട്ടൊക്കെ പാടുകയാണ്. ചന്ദ്രികയുടെ പാട്ട് കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ച് സന്തോഷിപ്പിക്കുകയാണ്. പിന്നെ ചന്ദ്രിക ആരതിയെടുത്ത് എല്ലാം ഒഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ചന്ദ്രികയെ മഞ്ഞൾ, കുങ്കുമം, താലിച്ചരട്, പുതിയ കോടി ഇതെല്ലാം വന്നിട്ടുള്ള സുമംഗലിമാർക്ക് കൊടുക്കുക. ചന്ദ്രിക അപ്പോൾ പറയാണ്, അമ്മേ ആദ്യം അമ്മയുടെ കൈകൊണ്ട് എനിക്കെടുത്ത് തരാമോ? അത് കേട്ട് മഹേന്ദ്രൻ സാറും പറയാണ്, ലക്ഷ്മി ചന്ദ്രിക പറയുന്നതാണ് ശരി, നിൻ്റെ കൈകൊണ്ടെടുത്ത് അവൾക്ക് കൊടുക്ക്. എന്നിട്ട് അവളെ അനുഗ്രഹിക്കുക. എന്നാലേ അവൾക്കൊരു നല്ല ജീവിതം കിട്ടൂ. പിന്നെ ലക്ഷ്മി മടിച്ചില്ല, ആദ്യം ചന്ദ്രികയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. ചന്ദ്രിക ലക്ഷ്മിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ദീർഘായുസോടെ സന്തോഷത്തോടെ ജീവിക്കൂ ചന്ദ്രിക, നീ എന്നും സന്തോഷവതിയായിരിക്കും. ചന്ദ്രിക അതും വാങ്ങിച്ച് സിദ്ധുവിനെ നോക്കുകയാണ്. പിന്നെ ചന്ദ്രിക അവൾക്ക് കൊടുത്തത് അവിടെ വെച്ചിട്ട് അതിനുശേഷം ഓരോരുത്തർക്കും അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ്. സിദ്ധു അവിടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രിക നോക്കുന്ന സമയത്തെല്ലാം സിദ്ധു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അതേസമയം മേഘയും മുത്തശ്ശിയും ഇരുന്ന് സംസാരിക്കുകയാണ്. എല്ലാം നമ്മുടെ കയ്യിലായില്ലേ? ഇനിയൊന്നും പേടിക്കാനില്ല മുത്തശ്ശി. അത് ശരിയാ മോളെ, ഇനിയെല്ലാം നല്ലതേ നടക്കും. സന്തോഷമായില്ലേ നിനക്ക്? അത് മതി. ശരി എന്ന് പറയുമ്പോഴാണ് വേറൊരു വണ്ടി വന്ന് അവിടെ നിർത്തുന്നത്. ആ വണ്ടിയിൽ നിന്നും വന്നിറങ്ങിയത് മഹേഷും അതേപോലെ തന്നെ മനോഹരനുമാണ്. അപ്പോൾ അത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മേഘ വീണ്ടും മഹേഷിനെ കൂട്ടിക്കൊണ്ട് വരുന്നു? ഞാനാ പറഞ്ഞത് മുത്തശ്ശി, മഹേഷിനെ കൂട്ടിക്കൊണ്ട് വരാൻ. എന്തിനി? അതിവിടെ വീണ്ടും അതേ പണി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട് മുത്തശ്ശി, ഓ നീ മിടുക്കിയ മേഘ, എന്നേക്കാൾ കുരുട്ടുബുദ്ധി നിനക്കാണുള്ളത്. നിന്റെ ശരീരത്തിൽ ഓടുന്നത് എൻ്റെ ചോര തന്നെയല്ലേ? വാ മഹേഷ്. മേഘ നീ പറഞ്ഞതുപോലെ തന്നെ മഹേഷിനെ ജാമ്യത്തിൽ ഇറക്കി കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. പെട്ടെന്ന് മഹേഷ് പറയാണ് മേഘയോട്, നന്ദിയുണ്ട് മാഡം, ഞാൻ ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് ഭയന്നു മാഡം. മേഘ പെട്ടെന്ന് പറയാണ്, എന്നെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഞാൻ കൈവിടില്ല മഹേഷ്. മുത്തശ്ശിയും അത് കേട്ടിട്ട് എന്ന് പറയാണ്. അപ്പം മഹേഷ്, അതെനിക്കറിയാം മാഡം. മഹേഷ്, ഇന്ന് മുതൽ നീയാണ് എൻ്റെ പേഴ്സണൽ ഡ്രൈവർ. ആദ്യം വാങ്ങിച്ചിരുന്ന ശമ്പളത്തേക്കാൾ 5000 രൂപ കൂടുതൽ വാങ്ങിച്ചോളൂ. എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് എനിക്ക് ജോലിയും തരുന്നു. ഇതിനൊക്കെ ഞാൻ എന്താണ് പകരം തരേണ്ടത് എന്നെനിക്കറിയില്ല മാഡം. നീ എന്ത് പകരം ചെയ്യണമെന്ന് ഞാൻ തന്നെ പറയാം. പറഞ്ഞോ മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പറഞ്ഞോ മാഡം. പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ശരി മാഡം. ഞാൻ എന്താ ചെയ്യേണ്ടത് മാഡം? നീ മഹേന്ദ്രൻ്റെ മരുമകൻ ആവണം. മുത്തശ്ശിയോ മനോഹരനും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഒന്നും അറിയില്ലല്ലോ മഹേഷിന്. മഹേഷ് ചോദിക്കുകയാണ്, മാഡം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ചന്ദ്രിക നിൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ നിൻ്റെ ഭാര്യയുടെ അച്ഛൻ നിൻ്റെ അമ്മാവനല്ലേ?
ഇനി മുതൽ നീ എപ്പോഴും മഹേന്ദ്രൻ അച്ഛനെ അമ്മാവ അമ്മാവ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തെ നീ അമ്മാവ എന്ന് വിളിക്കുന്നത് കേട്ട് മഹേന്ദ്രൻ നാണിച്ച് തല താഴ്ത്തണം. എനിക്ക് ദിവസവും കാണണം. കേട്ട് മാലതി മുത്തശ്ശിയും മനോഹരനും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അത് കേട്ട് മനോഹരൻ പറയാണ്, ആ എന്നാൽ പിന്നെ ദിവസവും ഈ വീട്ടിൽ നല്ലൊരു തമാശ കാണാം. മഹേഷ്, നിന്റെ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ മഹേന്ദ്രൻ ചന്ദ്രികയെയും മലരനെയും കൊണ്ട് നാണം സഹിക്കാൻ വയ്യാതെ ഈ നാട്ടിൽ നിന്നും ഓടിപ്പോകണം. അത് കേട്ട് മാലതി മുത്തശ്ശി അവരെ ഇവിടെ നിന്നും ഓടിക്കുന്നതാ നിന്റെ ആദ്യത്തെ ജോലി. എപ്പോൾ ചെയ്തു എന്ന് ചോദിക്കും മാഡം. അപ്പോൾ മനോഹരൻ പറയാണ്, മഹേഷേ, മഹേന്ദ്രൻ നിന്റെ അമ്മാവനാണെങ്കിൽ ലക്ഷ്മി നിന്റെ അമ്മായിയല്ലേ? അപ്പോൾ അതും നീ മറക്കാതെ വിളിച്ചോളണം. അതിനെന്താ, വിളിച്ചു കളയാലോ. അപ്പോഴാണ് മേഘ പറയുന്നത്, അമ്മാവാ, മഹേന്ദ്രൻ, ലക്ഷ്മി, ചന്ദ്രിക 3 പേരെയും ഇവിടെ നിന്നും നീ തുരത്തി ഓടിക്കണം മഹേഷ്. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ സപ്പോർട്ടായിരിക്കും. മനോഹരൻ പറയാണ്, നീ പറഞ്ഞല്ലോ, ഇനി ദൂരെ നിന്ന് കണ്ടോളൂ. മനോഹരനും കൂടി പറയാണ്, ഞങ്ങളുടെ ആക്രമണം വളരെ ശക്തമായിരിക്കും. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. മഹേന്ദ്ര സാറ് ചന്ദ്രികയുടെ വണ്ടിയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. അതേസമയം മഹേഷ് അപ്പുറത്ത് നിന്നും കാറ് കഴുകി തുടക്കുകയാണ്. അപ്പോഴാണ് മനോഹരൻ പുറത്തു വന്ന് നോക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയാണ്, മഹേന്ദ്രൻ ഇവിടെ നിൽപ്പുണ്ടോ? അപ്പം താമസിക്കണ്ട, തുടങ്ങിക്കളയാം. അവിടെ നിന്നും ഇറങ്ങിയിട്ട് വിളിക്കുകയാണ്, മഹേഷേ. എന്താ മഹേഷേ? വരൂ. എന്താ മനോഹര? ആ മഹേഷേ, കാറ് തുടച്ചതൊക്കെ മതി. അങ്ങോട്ട് നോക്കിയേ. മഹേന്ദ്രൻ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? അതിന് പകരം ചോദിക്കാൻ ഇതാണ് പറ്റിയ സമയം. ദേ നോക്കിയേ, നീ ഇപ്പം തന്നെ ചെന്ന് അയാളെ അമ്മാവ എന്ന് വിളിക്ക്. ഉറപ്പായും അയാൾ ദേഷ്യപ്പെട്ട് നിന്നോട് വഴക്കിന് വരും. വന്നാൽ കഴുത്തിന് കുത്തിപ്പിടിച്ചു വന്ന് കൊടുത്തേക്ക്. സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് നിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ചെല്ല്. മഹേഷ് പോവാണ്. മനോഹരൻ തീ കൊടുത്ത് കഴിഞ്ഞു. മഹേന്ദ്രൻ സാറ് വണ്ടി തുടച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ പോയിട്ട് മഹേഷ് പറയാണ്, എന്തൊക്കെയുണ്ട് അമ്മാവ, സുഖം തന്നെയല്ലേ? മഹേഷിൻ്റെ ആ ചോദ്യവും മഹേഷിനെയും കണ്ട് മഹേന്ദ്രൻ സാറ് അന്തം വിട്ടതുപോലെ നോക്കുകയാണ്. എന്താ അമ്മാവ ഇങ്ങനെ നോക്കുന്നേ? ഞാനെങ്ങനെ ഈ വീട്ടിൽ എത്തിയെന്നാണോ? വീണ്ടും വന്നത് മേഘ മേഡത്തിൻ്റെ ഡ്രൈവറായിട്ടാണ്. ഇനി അങ്ങോട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആർക്കും എന്നെ പറഞ്ഞു വിടാൻ കഴിയില്ല. മഹേന്ദ്രൻ സാറ് ഒന്നും പറയാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മഹേഷ് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ്, ചന്ദ്രിക എൻ്റെ ഭാര്യയാണ്, നിങ്ങൾ എൻ്റെ അമ്മാവനും. ഇനി ഒരിക്കൽ കൂടി എന്നെ അമ്മാവെന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. അമ്മാവൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങുന്നത് ഒരു സുഖം തന്നെയല്ലേ? അടിക്കമ്മാവ, എന്നെ അടിക്ക്. അടിക്കാൻ കൈ ഓങ്ങിയപ്പോൾ ആ കൈ പിടിച്ച് മഹേഷ് ഓടിക്കുകയാണ്. ഓങ്ങിയ കൈ ഞാൻ പിടിച്ച് ഓടിക്കും. എന്നിട്ട് തള്ളി തറയിലിട്ടു. വീണ്ടും അടിക്കാനായി മുന്നോട്ട് പോവുകയാണ് മഹേഷിനെ. പക്ഷേ മഹേഷ് വിടുന്ന ലക്ഷണമില്ല. മഹേഷ് മഹേന്ദ്രൻ സാറിൻ്റെ കഴുത്തിന് പിടിച്ചിട്ടാണുള്ളത്. നീ ആരുടെ മേലാണ് കൈവച്ചത് എന്നറിയാമോ? അങ്ങനെ 2 പേരും പൊരിഞ്ഞ അടിയായി അവിടെ. മഹേഷ് മഹേന്ദ്രൻ സാറിനെ വീണ്ടും അടിക്കാനായി കൈ ഓങ്ങിയപ്പോഴാണ് ആ കൈ പിന്നിൽ നിന്നും ഒരാൾ വന്ന് പിടിച്ചത്. അതാരായിരിക്കും എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ദിവസം പറയാം. അപ്പോൾ അടുത്ത പുതിയ കഥയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് അറിയിച്ച് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.